മതസൗഹാർദ്ദത്തിന്റെ പുതിയ മാതൃകയാണ് പേരാമ്പ്രയിലെ എളമരം കുളങ്ങര ഭഗവതി ക്ഷേത്രം. മാർച്ച് 1 മുതൽ 8 വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് അന്നദാനം ഒരുക്കിയത് CH ഇബ്രാഹിം കുട്ടിയാണ്. 12,000 പേർക്കാണ് ഇബ്രാഹിം കുട്ടി അന്നദാനവും മറ്റു ഒരുക്കങ്ങളും ചെയ്ത് നൽകിയത്. ഈ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അന്നദാനമായിട്ട് ബന്ധപ്പെട്ട ആദ്യമാണ് വരുന്നത്. ഏറെ സന്തോഷം തോന്നി, വളരെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. റംസാൻ മാസം ആയിരുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു പോകും. കാരണം വളരെ സന്തോഷം. ഈ അന്നദാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, പാവങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു വലിയ ഇത് കൂടിയുണ്ട്. എല്ലാവരും ചേർന്നിരുന്ന് കഴിക്കുക എന്നുള്ളത് കാലം ആവശ്യപ്പെടുന്ന സാധനമാണ്. അഖില CP ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അഖില, നാട്ടിലൊരു ഉത്സവവും പെരുന്നാളും അങ്ങനെ ഓരോരോ സംഭവങ്ങൾ വരുമ്പോൾ അതിലൊക്കെ എന്ത് ജാതിയും മതവും അല്ലേ? ആഘോഷിക്കാനാണെങ്കിൽ എല്ലാ മനുഷ്യരും ഒത്തുകൂടും. ഇവിടുത്തെ കാര്യം അങ്ങനെ തന്നെയാണ്. ഭക്ഷണം കൊടുക്കാൻ എന്ത് ജാതിയും മതവും അല്ലേ? അതേ പൂജ, ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു സന്ദേശമാണ് ഈ ക്ഷേത്രവും ഈ CH ഇബ്രാഹിം കുട്ടിയൊക്കെ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ എളമരം കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ 1 മുതൽ 8 വരെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായി ഇന്നാണ് അദ്ദേഹം ഈ 12,000 പേർക്ക് അന്നദാനം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അദ്ദേഹം ഈ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ മാസം റമദാനാണ്, വ്രതം എടുത്തത് കൊണ്ട് മാത്രമാണ് അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. വ്രതമില്ലാത്ത സമയത്ത് ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അവരെല്ലാവരും അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സന്ദേശം ഈ ക്ഷേത്രവും ഈ ഇബ്രാഹിം കുട്ടിയൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കാലങ്ങളായിട്ട് പുരാതന ക്ഷേത്രമാണ്, ഒരുപാട് കാലങ്ങളായിട്ട് ഇതുപോലെ മനുഷ്യർ ഒന്നിച്ചു ചേർന്ന് ഉത്സവങ്ങളൊക്കെ നടത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും കാലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെയാണ്, വലിയൊരു വേർതിരിവോ മനുഷ്യനായി കാണുന്ന കുറച്ച് പേര് ചേർന്ന് നടത്തുന്ന വലിയൊരു ഉത്സവമാണ്. അതിൽ മതമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഉത്സവ കമ്മിറ്റിയും ഇദ്ദേഹത്തിനോടൊപ്പമാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ അന്നദാനം ഇദ്ദേഹം നടത്തുന്നു. അപ്പോൾ ഉത്സവ കമ്മിറ്റിയും അതിനോട് കൂടെ അദ്ദേഹത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 12,000 പേർക്കാണ് ഭക്ഷണം നൽകിയിരിക്കുന്നത്. ഈ ഒരു റമദാൻ മാസത്തിൽ ഇത്രയും വലിയൊരു സന്ദേശം, ഇതിലും വലിയൊരു സന്ദേശം നൽകാനില്ല. എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. റംസാൻ മാസം എന്ന് പറയുന്നത് പുണ്യമാസം എന്നാണ് പറയുന്നത് അല്ലേ? ഇവിടുത്തെ കാര്യം സംബന്ധിച്ച് നോക്കിയാൽ അതൊരു പ്രത്യേക മതവിഭാഗത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഒരാൾ മുന്നിലേക്ക് വരുന്നു, ആ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഉൾപ്പെടെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, നാട്ടുകാർക്കെല്ലാം അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ അതിലും വലിയ പുണ്യം ആ മനുഷ്യർക്ക് എന്താണ് എന്ന് പോലും നമ്മൾ മനസ്സിൽ വിചാരിക്കും അല്ലേ? നല്ലൊരു കാര്യം തന്നെയാണ്. ശരി അഖില.